പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും. നല്ല സമയം പ്രിയമുള്ളവരെ, അഭിസംബോധനയിൽ കർത്താവ് എനിക്ക് വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിരന്തരം നാം പ്രാർത്ഥിക്കുന്നവരാണല്ലോ. വളരെയധികം ദൈവസന്നിധിയിൽ വിശ്വാസത്തോടും ദൈവാശ്രയ ബോധ്യത്തോടും പ്രാർത്ഥനയിലിരിക്കുന്നവരാണ്. പ്രാർത്ഥനയുടെ വിവിധ വിഷയങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം ചെയ്യും. യേശു ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു പ്രാർത്ഥന മത്തായിയുടെ സുവിശേഷം 26:41 ഇങ്ങനെ വായിക്കുന്നു: പരീക്ഷയിൽ അകപ്പെടാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്ര എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യേശു ശിഷ്യന്മാരോട് വളരെ ലളിതമായ രീതിയിൽ നിങ്ങളുടെ നേരെ പരീക്ഷകൾ വരാൻ ഇടയാകാതിരിക്കണമെങ്കിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് യേശുവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയരെ, നിശ്ചയമായി പരീക്ഷകൾ വരും. എങ്ങനെ? നാം അലസരായി മാറിയാൽ, നാം പ്രാർത്ഥനയിൽ തണുത്തുപോയാൽ, പ്രാർത്ഥനയിൽ മടുത്തുപോയാൽ നിശ്ചയമായി പലവിധ ചിന്താകുലങ്ങളും ഭാരങ്ങളും നാം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ദൈവത്തിന് ഇഷ്ടം. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ പ്രാർത്ഥനയുടെ 3 തലങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒന്ന്, പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് മറുപടി ലഭിക്കുന്ന വിഷയങ്ങളുണ്ട്. എന്നാൽ പ്രാർത്ഥിച്ചാൽ അല്പം വൈകി വരുന്ന മറുപടികളുമുണ്ട്. എന്നാൽ അടുത്തത്, പ്രാർത്ഥിച്ചാൽ മറുപടി ഇല്ല എന്നുള്ളതാണ് അതിന്റെ മറുപടി. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. യെശയ്യാവിന്റെ പുസ്തകം 38-ാം അധ്യായം, അതിൽ ഹിസ്കിയാവിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ഹിസ്കിയാവിന്റെ അടുക്കൽ വന്ന്, നീ നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കിക്കൊള്ളുക, നീ മരിച്ചു പോകും എന്ന് പറയുമ്പോൾ മുഖം ചുവരിനോട് ചേർത്തു വെച്ച് ഹിസ്കിയാവ് പ്രാർത്ഥിച്ചു, എന്റെ ഇന്നലകളെ ഒന്ന് ഓർക്കണം, ഞാൻ ആയിരുന്ന അവസ്ഥകളൊന്ന് ഓർക്കണം, എന്നോടൊന്ന് മനസ്സറിയണം. മുഖം ചുവരിനോട് ചേർത്തു വെച്ച് പ്രാർത്ഥിച്ച ഹിസ്കിയാവിനോട് ദൈവത്തിന് പറയാനുള്ളത്, നടുമുറ്റം കഴിയുന്നതിന് മുമ്പേ യെശയ്യാവിനോട് ദൈവം പറഞ്ഞു, നീ പറഞ്ഞ അരുളപ്പാട്, നീ പറഞ്ഞ ദൂത് തിരുത്തി പറയണം. ദൈവത്തിന് സ്തോത്രം. ആദ്യം വന്ന് ഹിസ്കിയാവിനോട് പറഞ്ഞു, ഗ്രഹകാര്യം ക്രമത്തിലാക്കിക്കൊള്ളുക, നീ മരിച്ചു പോകും. എന്നാൽ ആ സ്പോട്ടിൽ താൻ പ്രാർത്ഥിച്ച ക്ഷണത്തിൽ തന്നെ തനിക്ക് ലഭിക്കുന്ന ഒരു മറുപടിയാണ്. യെശയ്യാവിനെ ദൈവം തിരിച്ചുവിട്ട് ഹിസ്കിയാവിനോട് പറഞ്ഞു, അതേ, നീ മരിക്കയില്ല, നിന്റെ സംവത്സരത്തോട് 15 സംവത്സരം കൂടെ ഞാൻ കൂട്ടി തന്നിരിക്കുന്നു എന്ന് പറയുക. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, ചിലരുടെ പ്രാർത്ഥനയിൽ പെട്ടെന്ന് ചില മറുപടികൾ ലഭിക്കും. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. നിശ്ചയമായി ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്റെ പ്രിയമുള്ളവരുടെ വിഷയങ്ങൾക്കകത്ത് ക്ഷണത്തിൽ പെട്ടെന്ന് ചില മറുപടികൾ വെളിപ്പെടുന്ന സമയങ്ങളായി മാറട്ടെ. രണ്ടാമത്തെ വിഷയവും നമ്മൾ മനസ്സിലാക്കുമ്പോൾ, വൈകി വരുന്ന ചില വിടുതലുകളുണ്ട്. വൈകി വരുന്ന, നാളുകളായി കാത്തിരിക്കുകയാണ്, നാളുകളായി പ്രതീക്ഷിക്കുക ഒരു വിടുതലിന് വേണ്ടി. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. 38 വർഷമായിട്ട് ബെഥെസ്ദ എന്ന കുളത്തിന്റെ കരയിൽ കിടന്ന ഒരു മനുഷ്യൻ, 12 വർഷമായിട്ട് രക്തസ്രാവമുള്ള ഒരു സഹോദരി, 18 വർഷമായി ആലയത്തിൽ കൂനിയായിരുന്നൊരു സഹോദരി. അങ്ങനെ വിവിധ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഇവിടെയെല്ലാം ഏറെ നാളുകളായി ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിച്ചു കൊതിയോടിരിക്കുന്നവരാണ്. ദൈവത്തിന് ഇഷ്ടം. എന്നാൽ വൈകിയാണെങ്കിലും അവരുടെ വിഷയത്തിന്റെ അകത്ത് ദൈവം ഒരു മറുപടി ചെയ്തു. വൈകി വരുന്ന ചില മറുപടികളുണ്ട്. 18 വർഷമായിരുന്ന കൂനിയായിരുന്ന സഹോദരി യേശു പറഞ്ഞു, നിവർന്നു നിൽക്കാൻ പറഞ്ഞു. ആ ക്ഷണത്തിൽ അവർക്ക് വിടുതൽ വന്നു. 18 വർഷം ചുമന്നുകൊണ്ട് നടന്ന, 18 വർഷമായി അനുഭവിക്കുന്ന ഒരു വേദന, പ്രതിസന്ധി, പ്രതികൂലം, കർത്താവ് കണ്ണോട് വേദന മാറ്റി. 38 വർഷമായി പലരും വിടുതൽ പ്രാപിച്ച് കടന്നു പോകുകയും പലരുടെ അനുഭവങ്ങൾ മാറുന്ന സാക്ഷ്യം കേൾക്കുകയും ചെയ്തൊരു മനുഷ്യൻ ബെഥെസ്ദ എന്ന കുളത്തിന്റെ കരയിൽ കിടക്കുകയാ. അവനെ കുളത്തിലാക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞു. എന്നാൽ 38 വർഷമായപ്പോൾ യേശു അവന്റെ അരികിലേക്ക് ഇറങ്ങി വന്നു. മൂന്നാമത്തെ വിഷയം നമ്മൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു,
മറുപടി ഇല്ലാത്ത ചില വിഷയങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. എലിയ ഒരിക്കൽ പ്രാർത്ഥിക്കുകയാ, ഞാൻ എൻ്റെ പിതാക്കന്മാർ അത്രയും വലിയ ശ്രേഷ്ഠരൊന്നുമല്ല, എൻ്റെ ആത്മാവിനെ തിരിച്ചു വിളിച്ചു, എനിക്ക് മരിക്കണം. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ പ്രാർത്ഥന ദൈവം ചെവിക്കൊണ്ടിട്ടില്ല. എലിയ പറയാ, എനിക്ക് മരിച്ചാ മതി, ഞാൻ വലിയ ശ്രേഷ്ഠനൊന്നുമല്ല, വലിയ പുള്ളിയൊന്നുമല്ല, എനിക്ക് മരിച്ചാ മതി എന്ന് പറഞ്ഞു. അതിന് മറുപടിയില്ല. പ്രിയരെ, യേശു ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ: പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനയിൽ വിവിധ ഫലങ്ങളുണ്ട്, വിവിധ വിഷയങ്ങളുണ്ട്, അവസ്ഥാന്തരങ്ങളുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും യേശു പറഞ്ഞു, നിങ്ങൾ പരീക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. വിവിധ തരം പരീക്ഷകൾ സാധാരണ നമ്മുടെ നേരെ ഉപയോഗിക്കുമ്പോൾ, തന്ത്രങ്ങൾ മെനയുമ്പോൾ യേശു പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർക്കാം: പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ. എങ്ങനെയാ പ്രിയമുള്ളവരെ നമ്മളെ പരീക്ഷിക്കുന്നത്? നമ്മുടെ വാക്കിനാൽ നമ്മളെ പരീക്ഷിക്കും, നമ്മുടെ നടപ്പിനാൽ നമ്മെ പരീക്ഷിച്ചിരിക്കും, നമ്മുടെ ചിന്തകളെ നമ്മളെ പരീക്ഷിച്ചിരിക്കും, വിവിധ തലങ്ങളിൽ നമ്മളെ പരീക്ഷിച്ചിരിക്കും. അതുകൊണ്ട് ഇന്ന് എൻ്റെ പ്രിയമുള്ളവരോട് പറയാം, ചില വിഷയങ്ങൾക്കകത്ത് ക്ഷണത്തിൽ ചില മറുപടികൾ ദൈവം തരും. വൈകി വരുന്ന ചില വിടുതലുകൾ കണ്ട് ഭയപ്പെട്ടു പോകരുത്. അയ്യോ, എൻ്റെ വിടുതലുകൾ വൈകിപ്പോയല്ലോ, എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിക്കണ്ട. നിശ്ചയമായ ദൈവത്തിന്റെ മറുപടികൾ വെളിപ്പെടും. പ്രിയരെ, ക്ഷണത്തിൽ ചില മറുപടികൾ ചലിക്കട്ടെ. നാളിതുവരെ കാത്തിരുന്ന ചില വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ മറുപടികൾ താങ്കൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരട്ടെ. കൺകലങ്ങി കരഞ്ഞ ചില വിഷയങ്ങളുടെ ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. അതേ, നാളിതുവരെ പ്രാർത്ഥിച്ചു, അതേ, പരീക്ഷയിൽ അകപ്പെട്ടു. നീണ്ട കുറെ പരീക്ഷണങ്ങൾ മാത്രം ലൈഫിൽ വരുന്നു, പരീക്ഷകൾ മാത്രമേ ഉള്ളൂ ലൈഫിനകത്ത്. ദൈവസന്നിധിയിൽ ദൈവം പറഞ്ഞ വാക്ക്, യേശു കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച പദങ്ങൾ നമുക്ക് എടുക്കാം. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ ഓടി പ്രാർത്ഥനാ റൂമിലേക്ക് കയറി ഈ പരീക്ഷകൾക്കകത്തന്നെ കടത്തിവിടാതെ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ, എന്നെ ഒന്ന് പുറത്തു കൊണ്ടുവരണമേ പ്രാർത്ഥിക്കാം. നിശ്ചയമായി എൻ്റെ പ്രിയമുള്ളവരെ, പ്രവചന ശബ്ദമായി കൈമാറുന്നു. വലിയ വലിയ വിടുതലുകൾ, വലിയ ദൈവപ്രവൃത്തികൾ താങ്കൾക്ക് വേണ്ടി ദൈവം ചെയ്യിപ്പിക്കും. വളരെ പ്രാർത്ഥനയോടെ, ഒട്ടും ക്ഷീണിച്ചു പോകാതെ, മടുപ്പില്ലാതെ മുൻപോട്ട് പോകാം. കർത്തവചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.